നമസ്കാരം. മൂന്നാം മോദി സർക്കാരിൻ്റെ ക്യാബിനറ്റ് പാനൽ രൂപീകരണം അവസാനിച്ചപ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. മന്ത്രിസഭയിൽ രണ്ടാമൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായല്ല, പകരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. നിയമന നടപടികൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ കമ്മിറ്റികളിലും രാജ്നാഥ് സിംഗ് രണ്ടാം മന്ത്രിസഭയിലെ എല്ലാ പാനലുകളുടെയും കമ്മിറ്റികളിൽ ഉൾപ്പെട്ടിരുന്നത് അമിത്ഷാ മാത്രമായിരുന്നു. രാജ്നാഥ് സിംഗ് 3 സമിതികളിൽ മാത്രമായിരുന്നു അന്ന് ഉൾപ്പെട്ടിരുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രമാണ് കഴിഞ്ഞ തവണ സർക്കാരിൻ്റെ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് സഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ രാജ്നാഥ് സിംഗ് ആണ് മോദിക്കൊപ്പം ഈ കമ്മിറ്റിയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിളക്കം കുറഞ്ഞ വിജയത്തിന് ശേഷം BJPയിൽ അമിത്ഷായുടെ സ്വാധീനം കുറയുന്നതായിട്ടാണ് സൂചന. നരേന്ദ്രമോദിയോടും അതോടൊപ്പം തന്നെ അമിത്ഷായോടുമുള്ള RSS വിയോജിപ്പുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പുതിയ നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണം ജനങ്ങളിൽ നിന്നും അകന്നതാണ് എന്ന് അടക്കമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ RSSന്റെ ഭാഗത്തു നിന്നും മോദിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കുമെതിരെ ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഈ അമിത്ഷാ മോദി കൂട്ടുകെട്ട് അത് അതിര് കടന്നു പോകരുതെന്ന് RSS ഇപ്പോൾ കണക്ക് കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണ അമിത്ഷാ അധ്യക്ഷനായിരുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് അക്കമഡേഷനിൽ ഇത്തവണയും അദ്ദേഹം തന്നെ അധ്യക്ഷനായിട്ട് തുടരുന്നതായിരിക്കും. ഈ കമ്മിറ്റിയിൽ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട കമ്മിറ്റിയായിട്ടുള്ള പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ കഴിഞ്ഞ തവണ രാജ്നാഥ് സിംഗിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ബന്ധം, അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപെടലുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന സുപ്രധാന കമ്മിറ്റിയാണിത്. സൂപ്പർ ക്യാബിനറ്റ് എന്നതാണ് ഈ സമിതി അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ ഈ സമിതിയിലേക്ക് രാജ്നാഥ് സിംഗ് കടന്നു വരുമ്പോൾ മോദിയുടെയും അതോടൊപ്പം തന്നെ അമിത്ഷായുടെയും ആ ഒരു അപ്രമാദിത്വം ഇവിടെ കുറയുന്നതായിരിക്കും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളടക്കമുള്ള പ്രധാന വിഷയങ്ങളിൽ പോലും മോദിക്ക് മുകളിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് അമിത്ഷായാണെന്ന വിമർശനം RSSന് അകത്തുണ്ട്. ഇതിന് കടിഞ്ഞാണിടാൻ RSS ആഗ്രഹിക്കുന്നതായിട്ട് വേണം ഈ ഒരു നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഒരു കമ്മിറ്റിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ കമ്മിറ്റികളിലും സഖ്യകക്ഷി മന്ത്രിമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. അതായത് 2014 മുതൽ ഒരൊറ്റ കമ്മിറ്റിയിൽ പോലും സഖ്യകക്ഷി മന്ത്രിമാരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ സർക്കാരിനെ താങ്ങി നിർത്താനായിട്ട് സഖ്യകക്ഷികളെ വേണ്ട വിധം പരിഗണിക്കാതെ യാതൊരു തരവുമില്ല എന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ BJPക്കുള്ളത്. അപ്പോൾ ഇതേ തുടർന്നാണ് എല്ലാ കമ്മിറ്റികളിലും സഖ്യകക്ഷി മന്ത്രിമാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാം മോദി മന്ത്രിസഭയിൽ എത്രമാത്രം പ്രാധാന്യം ലഭിക്കുന്നു എന്നതായിരുന്നു NDA സർക്കാർ രൂപീകരണ നീക്കങ്ങൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഉയർന്നിരുന്ന പ്രധാന ചർച്ചകൾ. ഒരു കടുംപിടുത്തത്തിനും നിൽക്കാതെ തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളായിട്ടുള്ള TDPയെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായിട്ടുള്ള JDUവിനെയും പരിഗണിച്ച് മുന്നണി ബന്ധം ഉറപ്പിച്ച BJPക്ക് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും കടുത്ത കടമ്പയായിരുന്നു ക്യാബിനറ്റ് പാനൽ രൂപീകരണങ്ങൾ. അപ്പോൾ ഇതും സഖ്യകക്ഷികളെ പിണക്കാതെ തന്നെ BJP കൈകാര്യം ചെയ്തു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട സമിതിയായിട്ടുള്ള സുരക്ഷാ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ എന്നിവരാണ് ഉള്ളത്. ഈ കമ്മിറ്റികളിൽ മാത്രമായിരുന്നു സഖ്യകക്ഷി മന്ത്രിമാരെ ഉൾപ്പെടുത്തായിരുന്നത്. പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ TDPയുടെ K രാംമോഹൻ നായിഡു, ഹിന്ദുസ്ഥാനി ആവാമി മോർച്ചയുടെ ജിതിൻ റാം മാഞ്ചി എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി അടക്കം ഉറപ്പ് നൽകിയാണ് TDPയെ BJP കൂടെ നിർത്തിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതും. സാമ്പത്തിക നയം രൂപീകരിക്കുന്നതിൽ പങ്കുവയ്ക്കുന്ന സാമ്പത്തിക സമിതിയിൽ JDUവിൻ്റെ ലാലൻ സിംഗിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LJP നേതാവ് ചിരാഗ് പസ്വാനെ നിക്ഷേപവും വളർച്ചയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാജ്നാഥ് സിംഗിനെ പോലെയുള്ള നേതാക്കളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള മോദിയുടെ തീരുമാനം തീർച്ചയായിട്ടും RSSന്റെ രോഷം തണുപ്പിക്കാനുള്ള നീക്കമാണെന്നാണ് വിലയിരുത്തൽ. അമിത്ഷായുടെ രണ്ടാം സ്ഥാനം ഇതോടെ ഏറെക്കുറെ ഇപ്പോൾ അപ്രസക്തമായി. കഴിഞ്ഞ സർക്കാരിൽ മോദി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവ് രാജ്നാഥ് സിംഗ് ആയിട്ടും അമിത്ഷായുമായിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. BJP അധ്യക്ഷൻ JP നദ്ദ ആയിരുന്നെങ്കിലും പാർട്ടിക്കുള്ളിൽ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിച്ചിരുന്നത് അമിത്ഷാ ആയിരുന്നു. മോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും ചേർന്നാണ് BJPയുടെ ക്യാമ്പയിനുകൾ എല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് നേതാക്കളെയൊക്കെ തന്നെ എത്തിച്ചിരുന്നത്. അത് മാത്രമല്ല അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളെ മറിച്ചിടാൻ ചുക്കാൻ പിടിച്ചിരുന്നതും അമിത്ഷാ ആയിരുന്നു. എന്നാൽ അഴിമതിക്കാരായിട്ടുള്ള നേതാക്കളെ കൂടെ കൂട്ടി BJPയുടെ പ്രതിച്ഛായ നശിപ്പിച്ചുവെന്നാണ് RSSന്റെ വിമർശനം. മോദിയെയും അതോടൊപ്പം തന്നെ അമിത്ഷായെയും ഇനിയും ഇങ്ങനെ കൈറൂരി വിട്ടാൽ ഇനിയും കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് സംഘപരിവാർ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് 13ാം വയസ്സിൽ RSSൽ ചേർന്ന
രാജ്നാഥ് സിംഗിനെ നിർണായക സ്ഥാനങ്ങളിലേക്ക് BJP ഇപ്പോൾ തിരികെ എത്തിക്കുന്നത്. ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.